ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തോടെ വെട്ടിലായി RJD നേതാവ് ലാലു പ്രസാദ് യാദവ്. NDAയോട് തോറ്റു തുന്നം പാടിയ ലാലുവിനെ തള്ളിപ്പറഞ്ഞ മക്കൾ വീട് വിട്ടിറങ്ങുകയും ചെയ്തു. മഹാസഖ്യം ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. അപ്പോഴും കിടക്കപ്പുറതിയില്ലാത്തത് ലാലു പ്രസാദ് യാദവിനാണ്. താടിക്ക് കൈയും കൊടുത്തൊരിരിപ്പ്. ലാലു പ്രസാദിന്റെ 3 പെൺമക്കൾ കൂടി വീട് വിട്ടു. ലാലുവിന്റെ മകനും RJD നേതാവുമായ തേജസ്വി യാദവിനെ നല്ലോണം പറഞ്ഞ ശേഷം മക്കൾ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി ഇറങ്ങിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ അച്ഛനുറങ്ങാത്ത വീടാണ് ഇപ്പോൾ അത്. മകൾ രോഹിണി ആചാര്യ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയെന്ന് ചൂണ്ടിക്കാട്ടി രാഗിണിയും ചന്തയും രാജലക്ഷ്മിയും കുട്ടികളോടൊപ്പം പട്നയിലെ വസതി വിട്ടിറങ്ങി. രോഹിണി ആചാര്യ നേരത്തെ തന്നെ വീട് വിട്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയില്ലെങ്കിൽ എന്താ, ലാലുവിന്റെ കുടുംബത്തിൽ വെടിപൊട്ടി. ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് തുടങ്ങിയതാണ് ലാലുവിന്റെ കുടുംബത്തിലെ പൊട്ടിത്തെറി. 2022-ൽ രോഹിണി ലാലുവിന്റെ ജീവൻ നിലനിർത്താൻ വൃക്ക ദാനം ചെയ്തിരുന്നു. എന്നാൽ വൃത്തികെട്ട വൃക്കയ്ക്ക് പകരമായി കോടിക്കണക്കിന് രൂപയും സീറ്റും വാങ്ങിയെടുത്തുവെന്ന കുടുംബാംഗങ്ങളുടെ ആരോപണം രോഹിണിയെ ചൊടിപ്പിച്ചു. ഇതോടുകൂടി ലാലുവിന്റെ കളി കാര്യമായി. കുടുംബം കൂടി കൈവിട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ലാലു. നാഷണൽ ഡെസ്ക്, ജനം.